السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأشهد أن لا إله إلا الله ولي الصالحين. وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, വിശിഷ്യ SNEC വിദ്യാർത്ഥിനികളെ, ഉസ്താദുമാരെ, അധ്യാപികമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശുദ്ധമായ റമളാൻ അതിൻ്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. ഈ സന്ദർഭത്തിൽ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇനി ഇങ്ങനൊരു അവസരം നമുക്ക് ലഭ്യമാകുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടെയും വളരെ കരുതലോടും നാം ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ അവസരത്തിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അറഅയ്ത യാ റസൂലല്ലാഹ് ഇൻ അലിംതു ലൈലത്തുൽ ഖദ്ർ, അല്ലെങ്കിൽ ഇൻ വാഫൈതു ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ഞാൻ അറിഞ്ഞു, അത് അനുഭവിക്കാൻ എനിക്ക് അവസരമുണ്ടായാൽ ഞാൻ എന്താണ് പറയേണ്ടത്, എന്താണ് ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഖൂലി, നീ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയണം എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇത് എല്ലാ ഉമ്മത്തിനും ബാധകമാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടുന്ന വിഷയം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം, എന്ത് ചോദിച്ചാലും ഉത്തരം ലഭ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആ മഹത്തായ രാത്രി, അത് എന്നാണ് എന്നറിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. സ്വർഗം, അതിലെ മഹനീയമായ അനുഗ്രഹങ്ങൾ, നമുക്ക് അവർണ്ണനീയമായ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ ലിഖാ തുടങ്ങി ഇനി ഭൗതികമായി തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്കുണ്ട്, എന്തെല്ലാം ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഇതിനെ സംബന്ധിച്ചൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നീ പറയണം, അള്ളാഹുവേ, നീ അഫ്വ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, അഫ്വ് ചെയ്യുന്നു എന്ന് മാത്രമല്ല അത് നിനക്ക് ഇഷ്ടവുമാണ്. എന്തൊരു വാക്കാണത്! നിനക്കത് ഇഷ്ടമാണ്. ഏതായാലും ഇങ്ങനെ വന്ന് പറയല്ലേ, പുറത്തു കൊടുക്കുക, അങ്ങനെയല്ല. അള്ളാഹുവിന് അവരോട് മഗ്ഫിറത്ത് ചോദിക്കുന്നത്, അഫ്വ് ചോദിക്കുന്നത് ഇഷ്ടമാണ്, പുറത്തു കൊടുക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ അഫ്വ് നൽകണമേ എന്ന്. അപ്പോൾ ഒരു വർഷത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും പുണ്യമായ, ഏറ്റവും മഹോന്നതമായ രാത്രിയിൽ അവൻ ചോദിക്കുന്ന ചോദ്യം ഏറ്റവും അനിവാര്യമായതും ഏറ്റവും ആവശ്യമുള്ളതുമായിരിക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. ഇതിൻ്റെ ഗൗരവം ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ മെസ്സേജ് ഉപയോഗപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട മഹാന്മാരുടെയൊക്കെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ യാഥാർത്ഥ്യങ്ങളുടെ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു മഹാൻ ഒരിക്കൽ, അവർക്ക് 10-60 വയസ്സായപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇത്രയും കാലം ജീവിച്ചു, എൻ്റെ ആയുസ്സിൻ്റെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ 21,500ഓളം ദിവസമുണ്ടാകും. ഞാൻ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഒറ്റ തെറ്റ് മാത്രമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഈ 21,500ഓളം വരുന്ന ദോഷങ്ങളുമായി ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ എങ്ങനെ ചെന്ന് നിൽക്കും എന്നാലോചിച്ച് അദ്ദേഹം ബോധരഹിതനായി വീണു. അദ്ദേഹം അതിൽ മരണപ്പെടുകയും ചെയ്തു എന്നാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അശ്രീരി കേട്ടു എന്ന് പറയുന്നുണ്ട്. യാ ലഹാ മിൻ റക്ളത്തിൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു ഓട്ടമായിരുന്നു അത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ 60 വയസ്സിൽ ഓരോ ദിവസവും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ 21,500ഓളം തെറ്റുമായിട്ട് ഞാൻ റബ്ബിൻ്റെ മുന്നിൽ എങ്ങനെ ചെന്ന് നിൽക്കും? എന്നാൽ ഞാൻ ഒരു ദിവസം തന്നെ ഈ 21,000 ചെയ്ത ആളാണ്, പിന്നെ എങ്ങനെയാണ് ഞാൻ റബ്ബിൻ്റെ മുന്നിലേക്ക് പോവുക? ഇതാണ് അദ്ദേഹത്തെ അലട്ടിയത്. അതാണ് ഇതിൻ്റെ ഗൗരവം, ഈ പ്രാർത്ഥനയുടെ ഗൗരവം നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു വലിയ സംഭവമാണത്.
ഇത് പൊതുവിൽ മഹാന്മാരുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് ഈ പ്രവർത്തിക്കാൻ ആവശ്യമായ കണ്ണും കാതും എല്ലാം തന്ന റബ്ബ്, അത് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, അതിന് ഊർജം തരുന്ന റബ്ബ്, ഈ ഓക്സിജൻ നൽകുന്ന റബ്ബ് പറഞ്ഞ് തീർക്കാൻ സാധ്യമല്ലല്ലോ. ആ റബ്ബ് അവൻ തന്ന ഈ അനുഗ്രഹങ്ങളെ, അവയവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം എത്ര തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പറയും അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അതിൻ്റെ അർത്ഥം എന്താ? ചെയ്തു പോയി റബ്ബേ, ഇനി ഞാൻ ചെയ്യില്ല, അതുകൊണ്ട് എനിക്കിനി പുറത്തു തരണമെന്നാണ്. പിന്നെയും അത് തന്നെ ചെയ്യും. നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന കമ്പനിയിലെ അതിൻ്റെ മുതലാളി, ആ കമ്പനിയോട് നാം ഒരു തെറ്റ് ചെയ്തു, അത് പറഞ്ഞ് നമുക്ക് ശരിയാക്കാൻ പറ്റിയേക്കാം. രണ്ടാമത് വീണ്ടും ആവർത്തിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകാൻ തന്നെ നമുക്ക് സാധ്യമല്ല. വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചാൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കമ്പനിക്കാരന് നാം ഇല്ലാതെ, അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ആവശ്യമാണ് ആ കമ്പനി നടത്തണമെങ്കിൽ. എന്നാൽ ഗനിയായ മുഗനിയായ റബ്ബിന് ആരുടെയും ആവശ്യമില്ല. എന്നിട്ടും നാം ഒരു ദിവസം എത്രയോ തെറ്റുകൾ ചെയ്യുന്നു. ഈ തെറ്റുകളുമായി എങ്ങനെയാണ്, പലപ്പോഴും ഞാൻ ചെയ്യില്ല എന്ന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞവരാണ് നമ്മൾ. എന്നിട്ടും നാം ആവർത്തിച്ച് ചെയ്തു. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നമ്മുടെ കൈകളെ കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ചിന്തകളെ കൊണ്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കാലുകൊണ്ട് എല്ലാം. ഇതിൻ്റെയൊക്കെ കറ നമ്മുടെ അവയവങ്ങളിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കൽബിൽ അത് പാടുവീഴ്ത്തുന്നു. എന്നിട്ട് ആ തെറ്റുകളുടെ കറയുമായി റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ഒരൽപ്പം ഹയാ ഉള്ള മനുഷ്യന് സാധ്യമാണോ? എന്നാൽ ആ ചെന്ന് നിൽക്കൽ ഇല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കെങ്കിലും സാധ്യമാണോ? ഇവിടെയാണ് ഈ പ്രാർത്ഥനയുടെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വളരെ പ്രധാനിയാണ് എന്ന് നമുക്കറിയാം. ആബിദുൽ ഹറമൈൻ എന്നാണ് അവരെ പറ്റി അറിയപ്പെട്ടിരുന്നത്. ആ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോകും, മിക്ക വർഷങ്ങളിലും ഹജ്ജിന് പോകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയാണ്, ഒരു ദിവസം അറഫയിൽ ഞാൻ കണ്ട ഒരു അനുഭവം അദ്ദേഹം കണ്ട ഒരു അനുഭവം പറയുകയാണ്. അറഫയിൽ ഇങ്ങനെ സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. എനിക്ക് പുറത്തു തരണം എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആ ചെയ്ത് ഏകദേശം സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണല്ലോ അറഫയുടെ ടൈം. ആ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഏകദേശം സൂര്യൻ അസ്തമിക്കാനായപ്പോൾ അദ്ദേഹം തൻ്റെ സുജൂദിൽ നിന്ന് എണീറ്റുകൊണ്ട് തൻ്റെ താടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വാ ഖജ്ലത വ ഇൻ അഫൗത്, ഇനി നീ പുറത്തു തന്നാൽ തന്നെ എൻ്റെ ഒരു നാണക്കേട് എത്ര വലുതാണ് എന്ന് വിളിച്ചു പറയുകയാണ്. വാ ഖജ്ലത, നീ പുറത്തു തന്നു എന്ന് തന്നെ വെക്കുക, എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ മാസിയത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാൻ പരമാവധി ശ്രമിച്ചവരാണ്, ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവർ എന്നൊക്കെ പറയുന്ന ആ ഔലിയാക്കളിൽപ്പെട്ട പ്രധാനികളാണ്. എന്നിട്ടും അവർക്കിടെ ഭയപ്പാടാണ്, ഞാൻ തെറ്റ് ചെയ്തു, അതിനീ മാപ്പാക്കിയാൽ തന്നെ എൻ്റെ ഒരു ഗതികേട്, എൻ്റെ ഒരു നാണക്കേട്, എൻ്റെ ഒരു പരിതാപകരമായ എൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. അദ്ദേഹം അതിൽ ദുഃഖിക്കുകയാണ്. അങ്ങനെയാണല്ലോ നാം നമ്മുടെ ബോസിനോടോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോട്, നമ്മുടെ ഉസ്താദിനോട്, അല്ലെങ്കിൽ മാതാപിതാക്കളോട് ഒരു തെറ്റ് ചെയ്ത് 2, 3, 4 വട്ടം ചെയ്ത് അവർ സാരല്ല എന്ന് വെച്ചാൽ പോലും ഒരല്പം മനുഷ്യത്വമുള്ളവനാണെങ്കിൽ അവനൊരു ജാള്യതയുണ്ടാകും അവരെ മുന്നിൽ ചെന്ന് നിൽക്കാൻ. എങ്കിൽ പിന്നെ നമ്മുടെ സകല രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട ആ ഒരു അവസ്ഥയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഏതൊരു മുഅ്മിനും ജാള്യത കൊണ്ട്, ഹയാ കൊണ്ട് അവൻ്റെ മനസ്സുരുകുന്ന അവസ്ഥ അവനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം റബ്ബിൻ്റെ കോടതിയിൽ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന ബോധ്യമുള്ള ഏതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം, അവൻ്റെ ജീവിതത്തിൽ അവൻ നേടേണ്ടുന്ന ഏറ്റവും വലിയ നേട്ടം അള്ളാഹുവിൻ്റെ അഫ്വാണ്. അള്ളാഹുവിൻ്റെ അഫ്വ് ലഭിച്ചാൽ അവന് എല്ലാം ലഭിച്ചു. അള്ളാഹുവിൽ നിന്നുള്ള അഫ്വ് അവന് ലഭ്യമാവാതെ പോയാൽ, അവന് പ്രപഞ്ചമാസകലം അവൻ കീഴ്പ്പെടുത്തിയാലും അവനൊന്നും നേടിയിട്ടില്ല. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ദിവസത്തിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് ചോദിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അഫ്വിനെയാണ്. ആ അഫ്വ് ലഭ്യമായാൽ എല്ലാം ലഭ്യമായി, അതിനെ തുടർന്ന് എല്ലാം നമുക്ക് കിട്ടും. അതേസമയത്ത് അത് മിസ്സായിപ്പോയാൽ, അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കാര്യമായൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല.
അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം, അതിൻ്റെ ആവശ്യകത നമ്മൾ ഉൾക്കൊള്ളണം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ റമദാൻ മാസം തുടങ്ങുമ്പോൾ അല്ലാഹുമ്മ റഹംനി എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. പിന്നീട് രണ്ടാമത്തെ പത്തിലേക്ക് അത് പ്രവേശിക്കുമ്പോൾ നമ്മൾ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുന്നു. മൂന്നാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്തിഖിന് വേണ്ടി ദുആ ചെയ്യുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയിൽ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ്. അത് നമ്മൾ അവസാനത്തെ പത്തിൽ പതിവാക്കുന്നു, പ്രത്യേകിച്ചും എപ്പോഴും പതിവാക്കുന്നു, പക്ഷേ അപ്പോൾ പ്രത്യേകിച്ചും പതിവാക്കുന്നു. ഈ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞ ഈ ഹദീസിനെ മാനദണ്ഡമാക്കിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, എന്താണ് ഈ മഗ്ഫിറത്തും അഫുവും തമ്മിലുള്ള വ്യത്യാസം? ഈ പുറത്തു തരിക എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ട്, അതിന് ഒരുപാട് സ്റ്റേജുകളുണ്ട്, അതിന് ഓരോ പേരുകളുണ്ട്. അഫുവ്, സഫഹ്, മഗ്ഫിറത്ത്, അങ്ങനെ പലതുമുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട 3 ഭാഗം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടെങ്കിലേ ഇതൊക്കെ ലഭ്യമാവുകയുള്ളൂ. ഇതിനൊക്കെ അടിസ്ഥാനപരമായി അവൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം നമ്മിലേക്കുണ്ടാവണം അവനിൽ നിന്ന്. അതുകൊണ്ട് തുടക്കം അല്ലാഹുമ്മ റഹംനി എന്ന് പറഞ്ഞിട്ടാണ്. പിന്നീട് നമ്മൾ ചോദിക്കുന്നത് മഗ്ഫിറത്താണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു 1ാം ഘട്ടമാണ്, പ്രഥമ ഘട്ടമാണ്. അപ്പോൾ മറച്ചു വെക്കുക, ഗഫറ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം സത്തറ, മറച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ ഏടുകളിൽ നിന്ന് അത് പ്രദർശിപ്പിക്കപ്പെടുന്ന പല ഇടങ്ങളുമുണ്ട്, അവിടെ ഇത് മറച്ചു വെക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ സംഗതി അവിടെ ഉണ്ട്, പക്ഷേ അത് വെച്ച് അവനെ വഷളാക്കില്ല, അവന് മറ്റുള്ളവരെ അത് കാണിക്കില്ല, അള്ളാഹു അതിൻ്റെ പേരിൽ അവനെ ശിക്ഷിക്കുകയുമില്ല, അത് മറച്ചു വെക്കുകയാണ്. എന്നാൽ വേണ്ടി വന്നാൽ അത് പുറത്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കിയും കാണുകയൊക്കെ ചെയ്താൽ അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് ആദ്യം അത് വേസ്റ്റ് ബിന്നിലേക്ക് മാറ്റാം, എന്നാലും അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. പിന്നീട് അല്ലെങ്കിൽ പൂർണ്ണമായി മായ്ച്ചു കളയാനും പറ്റും. എന്നാലും കൂടുതൽ IT വിദഗ്ധർക്ക് അത് വീണ്ടും പുറത്തു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ അതിന് വിവിധ സ്റ്റേജുകളുണ്ട്. എന്ന പോലെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, വലില്ലാഹിൽ മസലുൽ അഅല. അള്ളാഹുവിൻ്റെ മുന്നിൽ നാം ചെയ്ത പാപങ്ങൾ അള്ളാഹു എല്ലാം അറിയുന്നു. എന്നാൽ ഇത് പ്രദർശിപ്പിക്കപ്പെടുന്ന, ഹിസാബ് ചെയ്യപ്പെടുന്ന, പ്രദർശിപ്പിക്കപ്പെടുന്ന പല ഘട്ടങ്ങളുമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഉസ്താദുമാർ തുടങ്ങി മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഈ ഏടുകളെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. അവിടെ അവൻ്റെ ഏടിൽ നിന്ന് ഇത് മറച്ചു പിടിക്കുന്ന അവസ്ഥയാണ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞത്. എന്നാൽ അഫുവ് എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ്. അഫ എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളഞ്ഞു എന്നാണ്. അത് ആ ഏടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നു, പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നില്ല. അങ്ങനെ പൂർണ്ണമായി മായ്ച്ചു കളയുന്ന അവസ്ഥയാണ്. അപ്പോൾ മഗ്ഫിറത്തിനേക്കാൾ കൂടുതൽ അബുലഗാണ്, കൂടുതൽ ശക്തിമത്താണ്, കൂടുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭ്യമാകുന്നൊരു ഘട്ടമാണത്. അതുകൊണ്ടാണ് അത് അവസാന ഘട്ടത്തിലേക്ക് ലൈലത്തുൽ ഖദ്റിലൊക്കെ ചോദിക്കാനുള്ള പ്രധാന ചോദ്യമായത്. മഗ്ഫിറത്തിനും അപ്പുറം ലഭിക്കുന്ന ഒരു മഹത്തായ അനുഗ്രഹമാണ്. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ആ ചെയ്തത് അവൻ്റെ രേഖയിലില്ല. മറ്റത് രേഖയിലുണ്ട്, പക്ഷേ അള്ളാഹു ശിക്ഷിക്കുന്നില്ല എന്ന് മാത്രം. അതിൻ്റെ പേരിൽ അവനെ ഫളീഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്ന് മാത്രം. എന്നാൽ ഇന്നിങ്ങനെയൊന്ന് അവൻ്റെ ഏടിലേ ഇല്ലാതെയാകുന്നു. അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ ആ ആഴപ്പരപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിനു വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമുള്ള മറ്റൊന്നു കൂടിയുണ്ട്, അതും അതിൻ്റെ ഭാഗം തന്നെ, അഫുവിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്നതാണ്. ഒരു വിഭാഗത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. സുബ്ഹാനല്ലാഹ്. തെറ്റുകൾ ചെയ്തു, പിന്നീട് പൂർണ്ണ അർത്ഥത്തിൽ അതിൽ നിന്ന് ഇല്ലാ മൻ താബ, തൗബ ചെയ്ത് മടങ്ങി, മനസ്സുരുകി മടങ്ങി, എന്നിട്ട് ആമന, പൂർണ്ണ വിശ്വാസിയായി ജീവിക്കാൻ തുടങ്ങി. ഒരു യഥാർത്ഥ മുഅ്മിൻ എങ്ങനെ ജീവിക്കുന്നുവോ അതനുസരിച്ച് അതുപോലെ ഇസ്തിഖാമത്തിൻ്റെ ജീവിതം അവൻ തുടങ്ങി. വഅമില അമലൻ സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തു. എന്നാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ സയ്യിആത്തിനെ, അവരിൽ നിന്ന് വന്ന തെറ്റുകളെ അള്ളാഹു ഹസനത്താക്കി മാറ്റും എന്നാണ്. അതിനെ നന്മകളാക്കി മാറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ മായ്ച്ചു കളയുന്നതാണ് പറഞ്ഞത്. മായ്ച്ചു കളഞ്ഞ് ആ സ്ഥാനത്ത് നന്മകൾ രേഖപ്പെടുത്തും എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 അർത്ഥം അതിന് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയാൽ കൂടുതൽ നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകിയിട്ട് ആ ഇടം കൂടി അള്ളാഹു നികത്തുമെന്ന്, അതൊരർത്ഥമാണ്. എന്നാൽ അതിനേക്കാൾ പ്രകടമായ അർത്ഥം
അതിനെ തന്നെ, ആ സയ്യിഅത്തിനെ തന്നെ ഹസനത്താക്കി മാറ്റുന്നു. ആ സയ്യിഅത്തിനെ രേഖപ്പെടുത്തിയ ഭാഗം ആ സയ്യിഅത്തിനെ മാറ്റി അവിടെ ഒരു സവാബ് ലഭ്യമാകുന്ന അമലാക്കി അതിനെ മാറ്റുന്നു. കാരണം അത്രമാത്രം മനസ്സുരുക്കം അവനുണ്ടായി, നദമുണ്ടായി, ഖേദമുണ്ടായി. എൻ്റെ റബ്ബിനോട് ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന ആ ചിന്ത അവനെ വല്ലാതെ അലട്ടി. അതിൻ്റെ പേരിൽ മനസ്സുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി അവൻ്റെ ആ ഖൽബിൻ്റെ ആ ഒരു ഉരുക്കം, ഉള്ളുരുക്കം, അതിൻ്റെ ഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ സയ്യിഅത്തിൻ്റെ സ്ഥാനത്ത് ഹസനത്തിനെ, ആ ഉരുക്കം, ആ വേദനയെ അള്ളാഹു ഹസനത്താക്കുകയാണ്. അത് ഇവൻ്റെ പാപത്താൽ ഉണ്ടായതാണ്. എന്നാലും അള്ളാഹു അതിനെ ആ ഒരു അർത്ഥത്തിലുള്ള ഹസനത്താക്കി മാറ്റി അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് അളന്ന് കണക്കാക്കാൻ കഴിയാത്ത അത്ര വലുതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ വിഷയങ്ങളിലേക്കൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുമ്മ നഖ്നി മിനൽ ഖതായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദു മിനദ് ദനസ്. അല്ലാഹുമ്മ ഗ്സിൽ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബറദി എന്ന്. ഈ 3 ഘട്ടത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയ എൻ്റെ പാപങ്ങളെ. അപ്പോൾ ഈ പാപങ്ങൾ ഒരു തരം ഹറാറത്താണ്, ഒരു തരം ചൂടാണത്. അത് നരകാഗ്നിയാണ്. അതിനെ കെടുത്തി, അതിനെ തണുപ്പിക്കാൻ ആദ്യം വെള്ളം ഉപയോഗിച്ച് കെടുത്തുന്നത് പോലെ, തീയ വെള്ളം ഉപയോഗിച്ച് കെടുത്തുന്നത് പോലെ അതിനെ നീ കെടുത്തണമേ. എന്നാൽ ഒന്നുകൂടി ശക്തിയുള്ള തീയാണെങ്കിൽ അതിനെ ഈ വെള്ളം അത് ഐസായി മാറി. ആ ഐസ് അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കുന്ന ഐസുകളുണ്ടാവും, അതോടൊപ്പം നമുക്ക് ഐസാക്കാൻ കഴിയും. ആ ഐസ് കൊണ്ട് അതിനെ വൃത്തിയാക്ക്. ഒന്നുകൂടെ ആ ചൂടിനെ തണുപ്പിക്കാൻ ശക്തമായ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്നു. ആ രൂപത്തിൽ എൻ്റെ തെറ്റുകൾ പലതരത്തിലുണ്ടാവും. അതിനെ അவ்விധത്തിൽ പൂർണ്ണമായും അയച്ചു കളയുക എന്നർത്ഥം. പിന്നെ ബറദ് എന്ന് പറഞ്ഞാൽ ആലിപ്പഴം എന്ന് നമ്മൾ പറയുന്ന, നമ്മളുണ്ടാക്കുന്നതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തരുന്ന ആ പ്രത്യേകമായ അനുഗ്രഹം, ആ 3-ാം ഘട്ടത്തിലേക്ക്, സയ്യിആത്തിനെ ഹസനത്താക്കി മാറ്റുന്ന ഘട്ടത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് നിൻ്റെ പ്രത്യേകമായ ഫളല് അതിൻ്റെ മുകളിൽ ഇറക്കിക്കൊണ്ട് അള്ളാഹുവേ എൻ്റെ ദോഷത്തെ നീ ശുദ്ധീകരിച്ച് അതിനെ പൂർണ്ണ ബറദാക്കി, പൂർണ്ണ സന്തോഷമാക്കി മാറ്റണമേ എന്ന് ദുആ ചെയ്യുകയാണ്. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നിടത്ത് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സ്റ്റേജുകളുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിവിധ സ്റ്റേജുകളാണ്. അപ്പോൾ പാപത്തിൻ്റെ ആ ഒരു നാം ചെയ്യുന്ന പാപത്തിൻ്റെ കറകൾ, അതിനാൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ ജാള്യത, അത് ശരിക്ക് നമ്മുടെ മനസ്സിനെ അലട്ടണം. അത് അലട്ടിക്കൊണ്ട് നാം നാവുകൊണ്ട് മാത്രം അല്ലാഹുമ്മ അഫു അന്നി എന്നോ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ എന്നോ അല്ലാഹുമ്മ റഹംനി ഗഫിർനി എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ. ആ ഒരു ഹുർഖത്ത് ഉണ്ടാവണം, മാനസികമായ ആ ഒരു ഉള്ളുരുക്കം ഉണ്ടാവണം. അതിലൂടെ ഈ തിന്മകളെ മാറ്റി നന്മകളാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അള്ളാഹു അതിന് പ്രത്യേകം നിശ്ചയിച്ച അവസരമാണ് വിശുദ്ധ റമളാൻ മാസം. അതിതാ നമ്മിൽ നിന്ന് വിട്ടുപിരിയാൻ പോകുന്നു, വിട പറയാൻ പോകുന്നു. വേദനയോടെ കണ്ടുകൊണ്ട്, വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അഫ്വ് അത് നേടിയാൽ എല്ലാം നേടി. അതാണ് എനിക്ക് ഏറ്റവും മർമ്മപ്രധാനമായത്. ഭൗതികമായ വിഷയങ്ങൾ എന്തൊക്കെ അലട്ടിയാലും അത് മരണം വരെ അലട്ടു, പിന്നെ അത് നമ്മളെ അലട്ടുകയില്ല. പിന്നീട് നമുക്ക് അറ്റമില്ലാത്ത ജീവിതത്തിൽ സന്തോഷമുണ്ടാവണമെങ്കിൽ നമുക്കുണ്ടാവേണ്ടത്, അതിൻ്റെ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടതാണ് ഈ അഫു എന്ന് പറയുന്നത്. അത് നേടിയെടുക്കാനുള്ള ശക്തമായ ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട SNEC വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകന്മാരെ, നമ്മുടെ അഡ്മിഷൻ ക്യാമ്പയിൻ നടക്കുകയാണ്. 7-ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ അവർക്കുള്ള പല സ്ഥാപനങ്ങളും പുതിയത് വന്നു, പല വിവിധ സ്ട്രീമുകൾ വന്നു. നിങ്ങളൊക്കെ മനസ്സിലാക്കി അതിലേക്ക് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്. നാം ഒരു ടീമായി, ഒരു കുടുംബമായി വർക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത മാസം 10-ാം തീയതി മുതൽ ഷീ സ്ട്രീമുകളിലേക്കുള്ള അഡ്മിഷനും വരുമ്പോൾ എല്ലാവരും വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തി ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മുടെ മക്കളെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.